കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഡെന്റൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ സംസ്കാരം ഇന്ന്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തിരുവനന്തപുരത്തെ വസതിയിലെത്തിച്ചു. 12 മണിയോടെ സംസ്കാരം നടക്കും. അതേസമയം കോളേജ് അധികൃതർ നിരന്തരം ജാതി അധിക്ഷേപം നടത്തിയതായി നിതിന്റെ സഹോദരിയുടെ ഭർത്താവ് അശോക് കുമാർ പറയുന്നു. നിതിൻ അനുഭവിച്ചത് കൊടിയ മാനസിക പീഡനമാണെന്നും സംഭവത്തിൽ ഡോക്ടർ റാമിനെ ഭയന്ന മറ്റ് വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും സഹോദരി ഭർത്താവ് പറയുന്നു. കഴിഞ്ഞാൽ അവൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും 10-30 കുട്ടികളുടെ മുമ്പ് വെച്ചിട്ടാണ് വെറും സ്ലം ഡോഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു കുട്ടിയെ. സ്ലം ഡോഗ്സ്, നീ തെരുവ് വെട്ടിയല്ലേടാ, നിനക്കൊക്കെ എന്ത് അർഹതയുടെ ഇവിടെ വരാനും പഠിക്കാനും ഒക്കെ ഉള്ള യോഗ്യത എന്താണുള്ളത് നിനക്ക്, നിന്നെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നീട് ഞങ്ങളുടെ സംശയം എന്ന് പറയുന്നത്, കാരണം ഇത്രയും 2 മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ആദ്യം റാഗിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഇപ്പോൾ പറയുന്നത് സ്റ്റാഫ് ശരിയല്ലെന്നാണ്. അപ്പോൾ സംശയം കൂടുതൽ വീണ്ടും ഞങ്ങൾക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലേക്കല്ല, ഇത് അവിടെ പോയപ്പോൾ പോലും കുട്ടികളുടെ ഭാഗത്തു നിന്നൊന്നും ഒരു സിറ്റുവേഷൻ അല്ല ഞാനിവിടെ കാണുന്നത്. ഞങ്ങൾക്ക് സംശയം സ്റ്റാഫ് റാഗിങ് ആണെന്നുള്ളതാണ്. ഈ റാം ഉൾപ്പെടെയുള്ളവരെല്ലാം മോശമായിട്ടായിരിക്കണം സംസാരിച്ചിരിക്കുന്നത്. കാര്യം അതുകൊണ്ടാണല്ലോ ഡെയിലി വിളിച്ചിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളും അപ്പോൾ എല്ലാം ഇവിടെ അറിയിക്കുന്നത്. നമ്മൾ പൊതുവെ നമ്മൾ SC-യുടെ ഒരു കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അതെന്തെങ്കിലും അറിഞ്ഞു വെച്ചിട്ട് അല്ലെങ്കിൽ നിറം വെച്ചിട്ട് ഒരാളുടെ നിറം വെച്ച് കണ്ട് വിലയിരുത്തി സംസാരിക്കുന്ന ടോക്കും ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും. ങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നിട്ട്. പ്രശാന്ത, ഇതിനെ ഒരു റാഗിങ്ങായി വരുത്തി തീർക്കാനുള്ള ശ്രമം ഒരു വശത്തുണ്ടായെങ്കിൽ പോലും ഇപ്പോഴാണ് സത്യാവസ്ഥ പുറത്തു വരുന്നത്. കൊടിയ ജാതി അധിക്ഷേപം ആ വിദ്യാർത്ഥി നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്നത്. എന്താണ് മറ്റു പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്? വിഷ്ണു, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. നിതിൻ രാജ് കൊടിയ പീഡനം ഈ കോളേജിൽ അനുഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് റാഗിങ് മാത്രമല്ല ഉണ്ടായത്, തുടക്കത്തിൽ മാത്രമാണ് റാഗിങ് ഉണ്ടായത്. അതിനുശേഷം ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ പീഡനങ്ങൾ ഉണ്ടായത് എന്നാണ് കുടുംബം പറയുന്നത്. അല്പസമയം മുമ്പ് നിതിൻ രാജിൻ്റെ സഹോദരിയുടെ ഭർത്താവും നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് ഇത്തരത്തിൽ കൊടിയ പീഡനം ഈ കോളേജിലുണ്ടായി. അതിൻ്റെ മാനസിക സംഘർഷത്തിൽ തന്നെയാണ് നിതിൻ രാജ് മരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ആത്മഹത്യ ചെയ്തെന്ന് കുടുംബം വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ഈ നിതിൻ രാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ എടുത്ത് ചാടി മരിക്കുന്ന കോളേജിൻ്റെ കെട്ടിടം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്നാണ് മരിക്കുന്നത്. എന്നാൽ നിതിൻ പഠിക്കുന്നത് ഡെന്തൽ കോളേജിലാണ്. ഈ ഡെന്തൽ കോളേജിൽ നിന്ന് എന്തിന് മെഡിക്കൽ കോളേജിലേക്ക് പോയി, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ നിന്നും ചാടേണ്ട സാഹചര്യം എന്താണ് ഉണ്ടായത്? ഇതെല്ലാം ദുരൂഹമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ നിതിൻ രാജിൻ്റെ കുടുംബം നമ്മളോട് പ്രതികരിക്കുന്നത്. മാത്രമല്ല, കൊടിയ പീഡനം ഇത്തരത്തിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ ജാതീയമായിട്ടുള്ള അധിക്ഷേപം നേരിടുന്ന സാഹചര്യമുണ്ടായി. ഒരു തവണയല്ല, നിരവധി തവണ ജാതീയമായിട്ടുള്ള അധിക്ഷേപം നേരിടേണ്ടി വന്നു. തെരുവുനായ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും. അതോടൊപ്പം തന്നെ തെരുവുനായ എന്ന് പറഞ്ഞു, പഠിക്കാൻ കഴിവില്ലാത്തവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അങ്ങനെ നിരന്തരം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഈ റാം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് HOD-യുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകരുടെ ഭാഗത്തുനിന്നുമെല്ലാം ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ മാനസികമായിട്ട് സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. നിരവധി തവണ ഈ കുടുംബക്കാരോട് തന്നെ, അതായത് നിതിൻ രാജിൻ്റെ സഹോദരിയോട് തന്നെ നേരത്തെ പരാതി പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു തവണ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ പോലും അവിടെ നിന്നും ടീച്ചറുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള സമീപനം ദുരൂഹമായി തുടരുന്നു എന്നും പറയുന്നു. കാരണം വീട്ടിൽ നിന്ന് തിരിച്ച ഉടനെ നിതിൻ രാജ് തിരിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എപ്പോൾ തിരിച്ചു, ഏത് ട്രെയിനിലാണ് തിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചെന്നും ഈ കുടുംബം സഹോദരി പറയുന്നുണ്ട്. ഇതെല്ലാം ദുരൂഹമായി തുടരുന്നു. കാരണം ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താണ് എന്നും സഹോദരി ചോദിക്കുന്നുണ്ട്. എന്തായാലും മരണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വലിയ ദുരൂഹതകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ഒരു റാഗിങ് എന്ന നിലയിലായിരുന്നെങ്കിൽ പോലും അത് റാഗിങ് അല്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെയൊക്കെ പീഡനം മൂലമാണ് ഇത്തരത്തിൽ ഈ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കേണ്ടതും അതോടൊപ്പം തന്നെ മരണത്തിന് തന്നെ, അല്ലെങ്കിൽ ആത്മഹത്യക്ക് വഴങ്ങേണ്ടയൊക്കെ സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. കാരണം അത്തരത്തിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആത്മഹത്യ ചെയ്തെങ്കിൽ പോലും, അത് സ്വമേധയ ചെയ്തെങ്കിൽ പോലും അതിന് പിന്നിലൊരു പ്രേരണ ഉണ്ടാകും. കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാകാം ഇത്തരത്തിൽ ഒരു നിലയിലേക്ക് എത്തപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ നെടുമങ്ങാട് വീട്ടിൽ ആണ് ഇപ്പോൾ ഭൗതിക ശരീരം എത്തിച്ചത്. ഇന്ന് രാവിലെയാണ് കണ്ണൂരിൽ നിന്നും ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കുന്നത്. വീട്ടിൽ
പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തുള്ളിൽ ഒരു 12 മണിയോട് കൂടി തന്നെയാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത്. ഇവിടുന്ന് വീട്ടിൽ നിന്നും കുറച്ച് ദൂരത്തായിട്ട് മറ്റൊരു വസ്തുണ്ട്, അവിടത്തേക്ക് കൊണ്ടുപോയിട്ടായിരിക്കും സംസ്കാരം നടത്തുക എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ആരോപണം. മാത്രമല്ല ഇത്തരം ഒരു സംഭവം മിഥുൻ രാജ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും കുടുംബം പറയുന്നുണ്ട്. അത് പഠിക്കാൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. കാരണം വളരെയേറെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വിദ്യാർത്ഥി, ഒരു പയ്യൻ. അത്തരത്തിലുള്ളൊരു വിദ്യാർത്ഥി, അത്തരത്തിലൊരു യുവാവ്, 21 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. അത്തരത്തിലൊരു യുവാവ് അവൻ വളരെ പിന്നോക്കമായിട്ടാണ് ഈ കുടുംബത്തിൻ്റെ അടക്കം സാമ്പത്തിക അവസ്ഥയുള്ളത്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു കുട്ടി അവൻ ഉയർന്നു വന്നുകൊണ്ട് അവൻ്റെ പഠിച്ച് ഒരു ജോലി വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. ജോലി വാങ്ങിക്കൊണ്ട് അവൻ്റെ കുടുംബത്തെ, അച്ഛനെയൊക്കെ, കൂലിവേലക്കാരായിട്ടുള്ള അച്ഛനെയും അമ്മയും ഒക്കെ സംരക്ഷിക്കണമെന്നൊരു ആഗ്രഹത്തോടു കൂടി തന്നെ പഠിക്കാൻ മിടുക്കനായി വന്ന ഒരു കുട്ടിയെ അതിൻ്റെ മുളയിൽ തന്നെ നുള്ളിക്കളയുന്നൊരു സാഹചര്യം, അവനെ വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട്, മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ മരണത്തിലേക്ക് തള്ളിവിട്ടത് അത് ഈ കോളേജിൻ്റെ തന്നെ, മെഡിക്കൽ കോളേജിലെ തന്നെ അധ്യാപകരുടെ ഇടപെടൽ തന്നെയാണെന്നാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിൽ തന്നെ അന്വേഷണം വേണമെന്ന് പറയുന്നു. നിലവിൽ പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തൊരു അന്വേഷണം നടക്കുന്നത് പോലും അതിലും തൃപ്തരല്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇത് പ്രത്യേകമായിട്ടൊരു അന്വേഷണം, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കണം. നിലവിൽ ഈ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നാണ് കുടുംബം പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു സങ്കടം ഉണ്ടാക്കിയ അവസ്ഥയാണ് ഇത്തരത്തിൽ. നമുക്കറിയാം, നേരത്തെ നെടുമങ്ങാട് തന്നെ ഉണ്ടായിരുന്ന മറ്റ് ഇത്തരത്തിൽ നേരത്തെയും സംഭവങ്ങൾ ഈ റാഗിങ്ങുമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥത്തിൻ്റെ മരണം നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥാണ് നേരത്തെ ഈ റാഗിങ്ങിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്. കൂട്ടമായിട്ട് ഇത്തരത്തിൽ റാഗിങ് നടത്തി അതിനുശേഷം ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായ. സമാനമായ രീതിയിൽ തന്നെ ഇത് തുടക്കത്തിൽ ഒരു റാഗിങ് ആയിരുന്നെങ്കിൽ അത് പിന്നീട് ഈ കോളേജിൽ തന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്നും ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായി. അത് മിഥുൻ രാജ് തന്നെ പരാതി പറഞ്ഞു എന്നും കുടുംബം പറയുന്നുണ്ട്. കാരണം ഇത് ഇത്തരത്തിൽ ഒരു തവണയല്ല, 2 തവണയല്ല, പല തവണയായിട്ടാണ് ഇത്തരത്തിൽ ഈ കോളേജിൻ്റെ തന്നെ HODയുടെ ഭാഗത്ത്, റാം എന്ന ഒരു HODയുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു, നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നു. തെരുവ് നായ എന്നതടക്കം വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നു, നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നു, പഠിക്കാൻ എഴുത്തും വായനയും അറിയാത്തവൻ എന്ന രീതിയിലെല്ലാം ആക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കുടുംബം പറയുന്നത്, ഇത് ക്ലാസ് റൂമിനുള്ളിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഈ അധിക്ഷേപങ്ങളെല്ലാം ഈ അധ്യാപകൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ അധിക്ഷേപം നടക്കുമ്പോൾ മറ്റു വിദ്യാർത്ഥികൾ ചിരിച്ചില്ലെങ്കിൽ അവരെ ബലമായി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അധിക്ഷേപിക്കുന്ന തരത്തിൽ ചിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മിഥുൻ രാജ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. നേരത്തെയും മരണം വിളിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ നേരത്തെ സംസാരിച്ചിരുന്നു കുടുംബം. അപ്പോഴും വളരെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മിഥുൻ രാജുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിഥുൻ അത്തരമൊരു ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ല. ഇത് ആത്മഹത്യയിലേക്ക് ഈ കോളേജിൻ്റെ അധികൃതർ അല്ലെങ്കിൽ ഈ HOD അടക്കമുള്ളവർ തള്ളിവിട്ടതാണ് എന്നൊരു ഗുരുതരമായിട്ട് രീതിയിലുള്ള ആരോപണവും ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം കൂടിയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ വളരെയധികം വേദനാജനകമായ സാഹചര്യം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ തന്നെയും നമുക്ക് ആവശ്യമായി വരേണ്ടതുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ കൃത്യമായ ദുരൂഹത എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും, ചോദ്യങ്ങൾക്ക് ഒക്കെ തന്നെയും ഒരു ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം.